ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബോളിവുഡിലെ എക്കാലത്തെ റൊമാൻറ്റിക് മാസ്റ്റർ പീസ് എന്ന് നോർത്ത് ഇന്ത്യക്കാർ പറയുന്ന പടമായ റബ്നെ ബനാദി ജോഡിയാണ്. നോർത്ത് ഇന്ത്യക്കാർ മാത്രമേ പറയുള്ളൂ കേട്ടോ. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്ക്, നമ്മുടെ ഭാര്യ നമ്മൾ തിരിച്ചറിയുന്നില്ല. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ല, ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞിട്ടല്ല, ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ജസ്റ്റ് അയാളുടെ മീശ ഹെയർ സ്റ്റൈൽ മാറ്റിയതിനു ശേഷം. നിന്റെ ബുദ്ധി വിമാനമാണല്ലോ, വിമാനമല്ല റോക്കറ്റ്. അതേ കേസ്, ഇതാണ് നോർത്ത് ഇന്ത്യക്കാരുടെ തലയിലെ ഓളം. ഒരു കാലത്ത് ഷാറൂഖ് ഖാന്റെ റൊമാൻറ്റിക് സിനിമ എന്ന് പറഞ്ഞാൽ എന്ത് ഓളത്തരം കാണിച്ചാലും ബമ്പർ റേറ്റ് അടിക്കുന്ന കാലത്തിറങ്ങിയ അപരാധ പടമാണിത്. എന്നാലും എങ്ങനെയാണ് ഇത്രയും മുഖസാമ്യമുള്ള രണ്ട് പേര് ഒരു പെണ്ണിനെ തന്നെ, അത് 24 മണിക്കൂറും സ്വന്തം വീട്ടിലുള്ള ഭാര്യയെ പ്രേമിച്ചിട്ട് അറിയാതെ പോകുന്നത്? ഈ ഊള കഥയ്ക്ക് വേണ്ടി 31 കോടി, അതും 2009 31 കോടി ചിലവാക്കി അവിടുത്തെ ഊള നാട്ടുകാർ ഇതിനെ 157 കോടി ബോക്സ് ഓഫീസിൽ അടിച്ചു വാരിയെ ബമ്പർ റേറ്റ് പടമാക്കി മാറ്റി. നമ്മുടെ നാട്ടിലും ഇതുപോലത്തെ ഊള കഥയായിട്ട് വന്നാൽ എടുത്തോണ്ട് പോടാ കോപ്പയിൽ നിന്റെ തൊലിഞ്ഞ കഥയെന്ന് പറഞ്ഞ് അടിച്ചു ഒട്ടിച്ചേനെ. തന്റെ കഥയാൻ വേണ്ടെന്ന് പറഞ്ഞത് തനിക്ക് താടി ഇല്ലാത്തോണ്ടോ തനിക്ക് ബുദ്ധി ഇല്ലാത്തോണ്ടോ അല്ല, തന്റെ കഥയിൽ കോപ്പില്ലാത്തോണ്ടോ. അപ്പൊ തുടങ്ങാല്ലേ? അപ്പോൾ ഈ പടം തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ ഷാറൂഖ് ഖാനും അനുഷ്കയും കല്യാണം കഴിഞ്ഞ് ഷാറൂഖ് ഖാൻ്റെ വീട്ടിലോട്ട് വരികയാണ്. അപ്പം നമ്മളെ മൊണ്ണ ഷാറൂഖ് അനുഷ്ക ആദ്യമായിട്ട് വീട്ടിൽ വന്നതല്ലേ, നല്ല പോലെയൊക്കെ ആദ്യം പഠിച്ചോട്ട് കയറട്ടെ എന്ന് വെച്ച് എന്തോ പൂജാകർമ്മമൊക്കെ ചെയ്യും. പക്ഷെ നമ്മളെ ജാടത്തിൻ്റെ അനുഷ്ക അതൊന്നും മൈൻഡ് ചെയ്യാതെ ഐശ്വര്യമായിട്ട് ഇടതുകാലം വെച്ച് കയറും. എന്നിട്ട് മൊണ്ണ ഷാറൂഖ് അണ്ണൻ ഫസ്റ്റ് രാത്രി എൻ്റെ ഭാര്യയെ താഴെയുള്ള റൂമിൽ തനിച്ചാക്കിയിട്ട് മുകളിലത്തെ റൂമിൽ പോയി കിടക്കും. ഇങ്ങനെയൊക്കെ കാണിച്ച പിന്നെ ഭാര്യ തേച്ചിട്ട് വല്ലവൻ്റെയും കൂടെ പോയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. അപ്പോഴാണ് ഈ കല്യാണം കഴിച്ച് വരുന്ന മൊണ്ണ ഷാറൂഖ് അണ്ണൻ അനുഷ്കയെ കാണുന്നത് ഇന്നലെയാണെന്ന് കാണിക്കുന്നത്. അതും അനുഷ്കയെ വേറൊരുത്തൻ കല്യാണം കഴിക്കാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് കല്യാണത്തിന് പൊറോട്ടയും ചിക്കനും അടിച്ച് കയറ്റാൻ പോയ ഷാറൂഖ് ഖാൻ ആദ്യമായിട്ട് അനുഷ്കയെ കാണുന്നത്. അനുഷ്കയെ കാണുന്നതും ഷാറൂഖ് ഖാന് ക്രഷ് അടിക്കും. അതും വല്ലവനെയും കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ. അത് പണ്ടേ അങ്ങനെയാണല്ലോ ശീലമായിപ്പോയി, മാറ്റിക്കോളാം. ഉദാഹരണത്തിന് ദിൽവാലെ ദുൽഹനിയ ലെ ജായെങ്കിൽ കല്യാണം ഉറപ്പിച്ച് കുടുംബമുള്ള ചെലവ് മുഴുവൻ നടത്തി കാജോളിനെ കല്യാണം കഴിച്ച് വിടാൻ നേരത്ത് കല്യാണ പെണ്ണായ കാജോളിനെ അടിച്ചുകൊണ്ട് പോകും. 1997 പുറത്തിറങ്ങിയ പരദേശിൽ കൂട്ടുകാരന് ഭാര്യയെ സെറ്റാക്കി കൊടുക്കാൻ നടന്നിട്ട് ലാസ്റ്റ് കല്യാണ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോകും. പിന്നെ കുച്ചു കുച്ചു ഒത്താരെ കാര്യം പിന്നെ പറയണ്ട. മര്യാദയ്ക്ക് കാജോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഷാറൂഖ് ഖാനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വേണ്ട എനിക്ക് റാണി മുഖർജിയെ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഷാറൂഖ് ഖാൻ പെണ്ണും കെട്ടി ഒരു കൊച്ചു ആയതിനു ശേഷം കല്യാണം കഴിക്കാൻ പോകുന്ന കാജോളിനെ കല്യാണത്തിന് തൊട്ട് മുമ്പ് അടിച്ചു മാറ്റും. അതും സൽമാൻ ഖാനെ തേച്ചൊട്ടിച്ചിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കല്യാണ പെണ്ണുണ്ടെങ്കിൽ അതിനെ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാധനം. പിന്നെ കബി അത്ഭുതാനാക്കാന കല്യാണം കഴിച്ച് ഭാര്യയായ റാണി മുഖർജിയാണ് അടിച്ചുകൊണ്ട് പോകുന്നത്. ഒരു പ്രത്യേക ജീവിതമല്ലേ, മൊത്തത്തിൽ പറഞ്ഞ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തൊരു സാധനം. പ്രത്യേകിച്ച് ഒരു പെണ്ണിന്റെ കല്യാണ സമയത്ത് ഈ ഷാറൂഖ് ഖാൻ അവിടെ എവിടെയെങ്കിലും അടിപ്പിച്ച ആ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോകും, ഉറപ്പാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇവരെ റൊമാൻറ്റിക് ഹീറോ എന്ന് വിളിക്കും. ഇവിടെ നമ്മുടെ നാട്ടിൽ മതിലും ചാരി നിന്ന് പെണ്ണും കൊണ്ട് പോയെന്ന് പറയും. അപ്പൊ നമുക്ക് റബ്നെ ബനാദി ജോഡിയിലേക്ക് വീണ്ടും തിരിച്ചു വരാം. വല്ലവന്റെയും ഭാര്യയാവാൻ പോകുന്നതിനാണ് നോക്കുന്നത്. ഒരു മാറ്റവും ഇല്ലല്ലേ ഇതിന്. മൊണ്ണ ഷാറൂഖ് ഖാൻ നോക്കി വെള്ളം ഇറക്കി 2 മിനിറ്റ് ആവും മുമ്പേ അനുഷ്കയ്ക്ക് പണി കിട്ടും. കല്യാണം കഴിക്കാൻ പോകുന്ന ആക്സിഡന്റ് മരിച്ചെന്ന് ദാണ്ട് കിടക്കുന്ന ടിം ശിവനെ ഒടുക്കത്തെ കണ്ണ് തന്നെ. അപ്പം നാട്ടെ പൊട്ടനെ ലോട്ടറി അടിച്ച പോലെ അനുഷ്കയുടെ അച്ഛൻ പറയണ അനുഷ്കയെ നീ കിട്ടണം, എന്റെ അന്ത്യാഭിലാഷമാണെന്ന്. എന്നിട്ട് ഈ മൊണ്ണ ഷാറൂഖ് ഖാന്റെ വീട്ടിലാണെങ്കിൽ ഒരുപാട് റൂമുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊക്കെ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തേക്കാണെന്ന്. പിന്നെ അല്ലേ മനസ്സിലായത് ആ റൂമിലൊന്നും ആരും ഇല്ലെന്ന്. അങ്ങനെയെങ്കിൽ അനുഷ്കയുടെ അടുത്തുള്ള റൂമിൽ വല്ലതും പോയി കിടന്നാൽ പോരായിരുന്നു. എന്തിനാ ഈ വൃത്തിയായിട്ട് തട്ടുംപുറത്തൊക്കെ വന്ന് കിടക്കുന്നത്? എന്നിട്ട് ഒരു ദിവസം രാത്രി അനുഷ്ക ഇതിലെ മൊണ്ണ ഷാറൂഖ് ഖാനായ സുരേന്ദ്രജിയെ റൂമിൽ പോയി വിളിക്കാൻ പോകും. എന്തോന്നിട്ട് ഈ സുരേന്ദ്രജി കണ്ടുകൊണ്ടിരുന്നത്? നീ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടുന്ന ശാസ്ത്രജ്ഞനാ. ഇപ്പോഴല്ലേ താഴെ ഇത്രയും റൂം ഉണ്ടായിട്ട് മുകളിലെ റൂം തന്നെ അണ്ണനെ സെലക്ട് ചെയ്തതിന്റെ കാര്യം മനസ്സിലായത്. അണ്ണൻ വിദേശ പര്യടനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ ഒടുക്കത്തെ സുരേന്ദ്രജി. അതാണ്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം ഡയറക്ടർ ആണെങ്കിൽ എല്ലാം ആർട്ടിഫിഷ്യലായിട്ടാണ് കാണിച്ചേക്കുന്നെങ്കിലും ഇത് മാത്രം പച്ചയായ യാഥാർത്ഥ്യമാണ് കാണിച്ചേക്കുന്നത്. ഇതാണ് ഇത്രയും കാലം ബാച്ചുലറായിട്ട് പെട്ടെന്ന് കല്യാണം കഴിച്ചാലുള്ള പ്രശ്നങ്ങൾ. ലാപ്ടോപ്പ് നശിച്ചിനി എങ്ങനെ കാണുമോ എന്തോ. എന്നിട്ട് നമ്മൾ സുരേന്ദ്രജിയെ വിളിച്ചിട്ട് അനുഷ്ക കുറേ നേരം തിരിഞ്ഞ് എങ്ങോട്ടോ നോക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ തെക്കോട്ടം നോക്കിക്കൊണ്ടിരിക്കാനാണ് വിളിച്ചത്. എൻ്റെ ലാപ്ടോപ്പിന് എന്തെങ്കിലും പറ്റിയുണ്ടല്ലോ, ഞാൻ ഇവിടെ നിർത്തി ഞാൻ താഴോട്ടിടും. അപ്പം നമ്മൾ അനുഷ്ക വിളിച്ചിട്ട് പറയും എനിക്ക് നിങ്ങളെ സ്നേഹിക്കാനൊന്നും പറ്റില്ല, നല്ലൊരു ഭാര്യയായിട്ട് മാത്രം ഇരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയും. തോക്ക് തരാം, പക്ഷേ ഒരിക്കലും ഉപയോഗിക്കരുത്. പിന്നെ എന്തിനാ സാർ തൂക്കിയിട്ടുണ്ട് നടക്കാനാണോ തോക്ക്? അപ്പം നമ്മൾ അനുഷ്ക ഇതെല്ലാം പറഞ്ഞിട്ട് പോയതിനു ശേഷം നമ്മൾ മൊണ്ണ ഷാറൂഖ് ഖാനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കണം. ആ തിരിഞ്ഞ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന അനുഷ്ക പോലും ഷാറൂഖ് ഖാനെ തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ അപ്പം തന്നെ പിടിച്ചുകൊണ്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയാണ്. എന്നിട്ട് നമ്മൾ മൊണ്ണ ഷാറൂഖ് അനുഷ്കയും കൊണ്ട് സിനിമയ്ക്കൊക്കെ പോകും. എന്നിട്ട് ആ സിനിമയിൽ ഹീറോയെ കാണുമ്പോൾ അനുഷ്കയ്ക്ക് ഇമ്പ്രസ് ആകുന്നു. അതേ ഗൈസ്, ഈ പടത്തിലെ കഥയും കോപ്പടിയാണ് മോനെ. ഇത് ശ്രീനിവാസൻ്റെ വടക്ക് നോക്കിയ യന്ത്ര സിനിമയിൽ ഇൻട്രോവേർട്ടായ ശ്രീനിവാസൻ പാർവതിയെ സിനിമ കാണാൻ കൊണ്ടുപോകുമ്പം അതിൽ ഹീറോ ആയ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന സെയിം സീനാണ്. ബോളിവുഡ് അല്ലേ, സൗത്ത് ഇന്ത്യൻ സിനിമ ഇല്ലാതെ ഒരു പടവും പണ്ട് തൊട്ടേ അവന്മാർക്ക് എടുക്കാൻ അറിയത്തില്ല. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ.
പിന്നെ ഈ പടത്തിൽ വേറെ സിനിമയിൽ കോപ്പി ചെയ്തെന്ന് വെച്ചാൽ അയലത്തെ അദ്ദേഹം എന്ന രാജസേനൻ ജയറാം സിനിമയിലെ ജയറാമിൻ്റെ കഥാപാത്രമാണ്. സെയിം ഇൻട്രോവേർട്ട്. അതിലും സിനിമയൊക്കെ കൊണ്ട് ഭാര്യയെ ഇംപ്രസ് ചെയ്യാൻ നോക്കുന്ന കഥാപാത്രമാണ് അതിലെ ജയറാം. എന്ന് വെച്ചാൽ ഭാര്യയുടെ ലൈഫിലെ ഹീറോ ആവാൻ നോക്കുന്ന ക്യാരക്ടർ. അതൊക്കെ നമ്മൾ ആദിത്യ ചോപ്രയാണെങ്കിൽ അതുപോലെ തന്നെ ബോളിവുഡിലോട്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട്. പറഞ്ഞില്ലേ, അവന്മാർക്ക് സൗത്ത് ഇന്ത്യൻ സിനിമ കോപ്പി അടിക്കാതെ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് കാണിച്ചിട്ട് അനുഷ്കയ്ക്ക് മൊണ്ണ ഷാറൂഖിനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഈ മൊണ്ണ ഷാറൂഖ് കൂട്ടാൻ്റെ അടുത്ത് പോയി ചോദിക്കും, എന്തെങ്കിലും മാജിക് കാണിച്ച് എൻ്റെ ഭാര്യയെ സെറ്റാക്കി തരാൻ പറ്റുമെന്ന്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. അപ്പോൾ നമ്മൾ ഷാറൂഖ് ഖാൻ്റെ കൂട്ടുകാർ ഒരു സൂപ്പർ ഐഡിയ പറഞ്ഞു കൊടുക്കും. നീ ഇങ്ങനെ മരപ്പാഴായിട്ട് നടന്നാലൊന്നും പോരാ, ഫ്രീക്കനാവണമെന്ന്. എന്നിട്ട് ഹെയർ സ്റ്റൈലും മാറ്റി മീശ എടുത്തിട്ട് പറയും, ഒരു പട്ടിക്കുഞ്ഞു പോലും നീ ഇനി മൊണ്ണ ഷാറൂഖ് ആണെന്ന് മനസ്സിലാക്കില്ല, പോയി സ്വന്തം ഭാര്യയെ വളയ്ക്കാൻ. എന്നിട്ട് നമ്മൾ ഷാറൂഖ് ഖാൻ അനുഷ്ക പോണ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് രാജ് എന്ന ഫ്രീക്കനായിട്ട് അഭിനയിക്കും. ഇത് നീ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഇനി പറയാൻ പോണത് നീ വിശ്വസിക്കത്തേ ഇല്ല. അപ്പോഴാണ് ഡാൻസ് ക്ലാസ്സിൽ ഡാൻസ് ജോഡികൾ തിരഞ്ഞെടുക്കുന്ന ഒരു കളി വെക്കുന്നത്. ഒരേ നമ്പർ സെയിം ആയാൽ അവരായിരിക്കും ഡാൻസ് പാർട്ട്നേഴ്സ്. അപ്പം നോക്കണം, അനുഷ്കയുടെ നമ്പറും സെയിം 21 തന്നെ, ഷാറൂഖ് ഖാൻ്റെ 21 തന്നെ. അങ്ങനെ അനുഷ്ക ഷാറൂഖ് ഖാൻ്റെ ഡാൻസ് പാർട്ട്ണറായിട്ട് വരും. ഇത്രയും ഊളത്തരങ്ങൾ നിങ്ങൾ വിശ്വസിച്ചില്ലേ, ഇനി വിശ്വസിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ? ഒന്ന് ഓർമ്മിച്ച് നോക്കിയാണ് എവിടെയെങ്കിലും കണ്ട് ഓർമ്മയുണ്ടാന്ന്. പിന്നെ ആരാ? എന്നിട്ട് അടുത്ത കോമഡി എന്തെന്ന് വെച്ചാൽ ഇതിലെ സംവിധായകൻ്റെയും ഷാറൂഖ് ഖാൻ്റെയും ധൈര്യം എന്തെന്ന് വെച്ചാൽ ദാണ്ട ഈ സീനാണ്. ഇതിൽ ഷാറൂഖ് ഖാൻ പറയും, ഡാൻസ് ക്ലാസ്സിൽ എന്നെ അനുഷ്ക തിരിച്ചറിയാതിരുന്നതും 21 എന്ന നമ്പറെല്ലാം സെയിമായി വന്നത് ദൈവത്തിൻ്റെ കഴിവാണെന്ന്. ഇത് മതിയല്ല നോർത്ത് ഇന്ത്യക്കാരെ പറ്റിക്കുക. ആ തിയേറ്ററൊന്നും അമ്പലമാക്കാത്തത് ഭാഗ്യം. ഒരു പാലത്തിൽ പോയി തൊട്ട് എഴുതാൻ അവരെ ആ പാലത്തിനെ അമ്പലമാക്കുന്ന ടീംസാണ് അവിടെ ഉള്ളവന്മാർ. എന്നിട്ട് ഇതിൽ ഫ്രീക്കൻ ഷാറൂഖ് ഖാൻ ഡാൻസ് ക്ലാസ്സിൽ വന്നിട്ട് ഒടുക്കത്തെ ഷോ. വന്ന ഉടനെ ഒരു പെങ്കുച്ചിൻ്റെ ബാക്കിലൊക്കെ പോയി തട്ടിയിട്ട് സിസ്റ്റർ എന്ന്. കേരളയിൽ വല്ലതായിരുന്നു ഈ കുറേ വർഷം കോടതിയും ജയിലും ഒക്കെ കയറി ഇറങ്ങിയതിന് ശേഷം നീ ഇനി ഡാൻസ് ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞേനെ, എടുത്തിട്ട് പഞ്ഞിക്ക് ഇട്ടേനെ. എന്നിട്ട് ഷാറൂഖ് ഖാൻ്റെ ഒടുക്കത്തെ കൊഴുത്തരം കാരണം അനുഷ്ക ഡാൻസ് ക്ലാസ് വരെ വിട്ടു പോകണമെന്ന് പറയും. പിന്നെ ഷാറൂഖ് ഖാൻ കാല് പിടിച്ച് വേണ്ടെന്ന് പറയും. റേഷൻ തീർക്കാൻ നടക്കുന്ന ഒരു മെഷീൻ. എന്നിട്ട് നമ്മുടെ ഫ്രീക്കൻ ഷാറൂഖ് ഖാൻ എന്നും അനുഷ്കയെ ബൈക്കിലൊക്കെ കൊണ്ടുപോയി വീട്ടിലാക്കും. പിന്നെ ഈ കൊഴുത്തരം മുഴുവൻ കാണിച്ചിട്ട് അനുഷ്കയ്ക്ക് ഷാറൂഖ് ഖാനോട് പ്രണയം തോന്നുകയാണ് ഗൈസ്. എൻ്റെ ഹൃദയം കീഴടക്കിയ രാജാണ് ഷാറൂഖ് ഖാൻ എന്ന്. കോഴികൾക്കൊക്കെ ഇപ്പോൾ ഫ്രീക്ക് പേരാണല്ലോ. അങ്ങനെ ഭർത്താവായ മൊണ്ണ ഷാറൂഖ് ഖാൻ ചെയ്യേണ്ട പണിയൊക്കെ ഫ്രീക്കൻ ഷാറൂഖ് ഖാൻ ചെയ്യും. ബൈക്ക് റൈഡിന് കൊണ്ടുപോകുന്നതും ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നതും അമ്പലത്തിൽ കൊണ്ടുപോകുന്നതും എല്ലാം ഫ്രീക്കൻ ഷാറൂഖ് ഖാൻ. അത് കൊള്ളാം. അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നുമില്ല അല്ലേ? ഇതിൽ മൊണ്ണ ഷാറൂഖ് ഖാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് അമൃത്സർ. അപ്പോൾ ഈ ഫ്രീക്കൻ ഷാറൂഖ് ഖാൻ പെണ്ണിനെയും കൊണ്ട് ബൈക്കിൽ ഊര് ചുറ്റുമ്പോൾ ഈ നാട്ടുകാർക്കൊന്നും പറയാനില്ലേ, ഇവിടെ കേരളത്തിലെല്ലാം ആയിരിക്കും ഇവിടുത്തെ അമ്മാവന്മാർ കൊന്നേനെ. നമ്മൾ വിചാരിച്ചോ എന്നിട്ട് ഇനി ഇതിലെ അടുത്ത ഊള സീൻ എന്തെന്ന് വെച്ചാൽ അനുഷ്ക ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഷാറൂഖ് ഖാൻ ഒരു നാട് മുഴുവൻ പവർ കട്ടാക്കിയിട്ട് ഐ ലവ് യു എന്ന് എഴുതുന്ന സീനാണ്. ഭയങ്കരം തന്നെ. ഇതിലെ ഷാറൂഖ് ഖാൻ മിഡിൽ ക്ലാസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിലെ ചെയർമാനെ കൊണ്ടും മന്ത്രിയെ കൊണ്ടും സാധിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഷാറൂഖ് ഖാൻ ചെയ്യുന്നത്. അതും ഒരു ലൈന് മുഴുവൻ ഐ ലവ് യു എന്ന് മാത്രം കറണ്ട് ഓൺ ആവുന്നു. ഇവരുടെ ഒടുക്കത്തെ പ്രേമം കാരണമുള്ള അവസ്ഥ നോക്കും. കറണ്ടും പോയി, ഞാൻ മിക്സി അടിക്കും. ഞാൻ എന്തിനത് ജലജേ? അപ്പോൾ നമ്മൾ അനുഷ്കയ്ക്ക് ഒരേ സമയം 2 ഷാറൂഖ് ഖാനെ ഇഷ്ടമാവുന്ന അവസ്ഥ വരും. അപ്പോൾ ഉള്ള കഴപ്പ് മുഴുവൻ കാണിച്ചിട്ട് ദൈവത്തിൻ്റെ ഫോട്ടോയിൽ പോയി നോക്കിയിട്ട് എന്തിനാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെടുത്തുന്നതെന്ന്. ദൈവം വല്ലതും ഇറങ്ങി വന്നിരുന്നെങ്കിൽ മടല് വെട്ടി അടിച്ചതിനവനേക്ക്. നീയൊക്കെ ഓരോന്ന് തീരുമാനിച്ച് വെച്ചിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് ഉണ്ടാക്കുന്ന. എന്നിട്ട് അനുഷ്ക ഭർത്താവായ മൊണ്ണ ഷാറൂഖ് ഖാനെ തിയേറ്ററിൽ ഇരുത്തിയിട്ട് ഫ്രീക്കൻ ഷാറൂഖ് ഖാനെ കാണാൻ പോകും. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. എന്നിട്ട് ഫ്രീക്കൻ ഷാറൂഖ് ഖാനോട് പറയും, നമുക്ക് നാളെ ഒളിച്ചോടാം, പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചോ എന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കും. ഇത്രയും തോന്നിവാസം കാണിക്കുന്നതിനെയൊക്കെ വിശുദ്ധ പ്രണയമായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. എന്നിട്ട് അടുത്ത ദിവസം ഇവർ ഒളിച്ചോടുന്ന ദിവസം തന്നെയാണ് ഡാൻസ് കോമ്പറ്റീഷൻ്റെ ഫിനാലെയും. ഒളിച്ചോടാന്ന് പറഞ്ഞാൽ അനുഷ്ക ഫ്രീക്കൻ ഷാറൂഖ് ഖാനെ തേക്കും. എന്നിട്ട് പറയും, എനിക്ക് മൊണ്ണ ഷാറൂഖ് ഖാനാണ് ഇഷ്ടമെന്ന്. ഓന്ത് പോലും ഇങ്ങനെ നിറം മാറത്തില്ല. ഇന്നലെയല്ലേ ഈ അനുഷ്ക ഫ്രീക്കൻ ഷാറൂഖ് ഖാനോട് എനിക്ക് എൻ്റെ സന്തോഷമാണ് വലുത്, എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം, ഫ്രീ ആയിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞത്. ഇത്ര പെട്ടെന്ന് അത് മാറിയ. എന്നിട്ട് ഇതും പറഞ്ഞിട്ട് അനുഷ്ക ഡാൻസ് കോമ്പറ്റീഷന് പോകും. അപ്പോൾ അവതാരകൻ ഫ്രീക്കൻ ഷാറൂഖ് ഖാൻ്റെ പേര് വിളിക്കും. എത്ര വിളിച്ചിട്ടും ഫ്രീക്കൻ ഷാറൂഖ് ഖാൻ വരുന്നില്ല. ലാസ്റ്റ് മൊണ്ണ ഷാറൂഖ് ഖാൻ വരും. അപ്പം തന്നെ അവതാരകൻ ആൾ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പോകും. ഒരു നിഴല് മാത്രം കണ്ടപ്പോൾ തന്നെ ആ അവതാരകനെ മനസ്സിലായി ഇത് ഷാറൂഖ് ഖാൻ ആണെന്ന്. ഒരു മീശ മാത്രം വെച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ പോയി ഡാൻസ് കളിക്കാൻ പറയും. പക്ഷേ 24 മണിക്കൂർ ഒരു വീട്ടിൽ കഴിയുന്ന ഭാര്യയ്ക്ക് മാത്രം മനസ്സിലാവുന്നില്ല ഇത് ഷാറൂഖ് ഖാൻ ആണെന്ന്. ബ്രില്യൻസ്. എന്നിട്ട് അനുഷ്ക ഷാറൂഖ് ഖാനോട് ചോദിക്കും, എന്നെ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നില്ലേ എന്ന്. സത്യം പറഞ്ഞാൽ കുറച്ച് മുടിയും നരപ്പിച്ച് അവളുടെ അച്ഛനാണെന്ന് പറഞ്ഞ് വന്നാൽ പോലും അനുഷ്ക വിശ്വസിക്കും. എന്നിട്ട് ചോദിക്കും, അച്ഛാ വീട്ടിലെല്ലാവർക്കും സുഖമാണെന്ന്. ചുമ്മാ എല്ലാ അവിടെയുള്ളവന്മാരുടെ തലച്ചോറ് ബാക്കിലാണ് വെച്ചേക്കുന്നതെന്ന് പറയുന്നത്.
സത്യം പറഞ്ഞാൽ ഇത് സ്വന്തം ഭർത്താവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒരു ഭാര്യ ഡാൻസ് ഒക്കെ നിർത്തി ഓടത്തേ ഉള്ളൂ. കാരണം ബൈക്കിൽ കറങ്ങാൻ പോകും, ഐ ലവ് യു എന്ന് പറയും, ഒളിച്ചോടാ എന്ന് പറയും. ഇതെല്ലാം പറഞ്ഞിട്ട് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? ഇതിന് ബോധവും ഇല്ല, ഉളുപ്പും ഇല്ലേ. കല്യാണവും കഴിച്ചിട്ട് തേപ്പ് ഒരിടയും കാണിച്ചിട്ട് അതിന് വിശുദ്ധ പ്രണയമൊന്ന്. വേറെ വല്ലവരായിരുന്നെങ്കിൽ നീ എൻ്റെ ടെസ്റ്റൊക്കെ പാസ്സായി പെട്ടിയും കിടക്കെ എടുത്ത് നാളെ തന്നെ വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞേനെ. ആ ഫ്രീക്കൻ ഷാറൂഖ് ഖാൻ ശരിക്കും ഉണ്ടായിരുന്നെങ്കിൽ നാളെ കാണുമ്പോൾ ഇത് മാറ്റി പറഞ്ഞേനെ, ആ ഷാറൂഖ് ഖാൻ്റെ കൂടെ പോയേനെ. അതിനുശേഷം പടമില്ല, ഭാഗ്യം. അങ്ങനെ ഈ അപരാധ പടം തീർന്നിരിക്കുകയാണ് ഗൈസ്. ഇതിൽ ഒരു ഷാറൂഖ് ഖാൻ എന്ന് പറഞ്ഞാൽ ഒരു ലാപ്ടോപ്പ് പോലും പിടിക്കാൻ അറിഞ്ഞാത്ത നിഷ്കു. മറ്റേ ഷാറൂഖ് ഖാൻ എല്ലാം കളിയായിട്ടും നിസ്സാരമായിട്ടും കാണുന്ന ഫ്രീ കൈ ബൈക്ക് ഓടിക്കുന്ന ക്യാരക്ടർ. എങ്ങനെയാണ് 2 ഡയമെൻഷനുള്ള ക്യാരക്ടർ ഒരേ ആളിൽ വരുന്നത്? ഇപ്പം പിടികിട്ടി, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഒന്ന് അമ്പിയും ഒന്ന് റെമയും. സിമ്പിൾ. അന്യം മാത്രമില്ല. അതുകൊണ്ടായിരുന്നെങ്കിൽ അന്യം പടത്തിന്റെ റൊമാൻറ്റിക് ബോളിവുഡ് വെർഷനായി മാറിയേനെ ഇത്. ഈ പടം തുടങ്ങണമായിട്ട് ഒരു 100 പ്രാവശ്യം റബ്ബിനെ ബനാദി ജോഡി എന്ന പാട്ടിട്ട് നമ്മളെ അങ്ങ് വെറുപ്പിച്ച് കളയും. വർഷങ്ങൾക്ക് ശേഷം തോറ്റുപോകുന്ന രീതിയിലുള്ള വെറുപ്പിക്കൽ. കേട്ട് ഞാൻ മടുത്തു. പിന്നെ ഈ പടത്തിന്റെ ലാഗുണ്ടല്ലോ, ഇപ്പോഴായിരുന്നെങ്കിൽ സീരിയലായിട്ട് പോലും ഇറക്കാൻ പറ്റൂലായിരുന്നു. ഈ ഊണപ്പടത്തിന് 2.25 മണിക്കൂർ ലാഗുണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ് ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.